റീസെന്റ് നമ്മുടെ വീഡിയോസിന്റെ ഒക്കെ താഴെ കോമൺലി കാണുന്ന ഒരു കമന്റ് ആണ്, എത്രാം മാസം തൊട്ടാണ് ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കേണ്ടത് എന്ന്. യൂഷ്വലി നമ്മൾ പറയാറ് ഒരു 5th മന്ത് തൊട്ട്, അതായത് ഒരു 20 ആഴ്ച തൊട്ടാണ് ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കേണ്ടത്. എന്താന്ന് വെച്ചാല് ഈ 5th മന്ത് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ യൂട്രസ് വളർന്നു വരികയും അത് നമ്മുടെ പ്രധാന രക്തക്കൊഴലുകളെ കംപ്രസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം അതുപോലെ യൂട്രസിലേക്കും പ്ലാസന്റയിലേക്കൊക്കെ ഉള്ള രക്തയോട്ടം കുറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് തലകറക്കം അതുപോലെ കുട്ടിക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മലർന്നു കിടക്കരുത്, ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കണം എന്ന്. അതുപോലെ തന്നെയുള്ളൊരു ഡൗട്ടാണ് ഏത് വശത്തേക്കാണ് കൂടുതൽ ചെരിഞ്ഞു കിടക്കേണ്ടതെന്നുള്ളത്. നമ്മൾ പറയാറ് ഇടത്ത് വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോഴാണ് ഈ ഗർഭപാത്രത്തിലേക്കും അതുപോലെ ബേബിയിലേക്കൊക്കെ ഉള്ള ബ്ലഡ് ഫ്ലോ കൂടുതൽ. അതുകൊണ്ട് കൂടുതൽ സമയം ഇടത്ത് വശത്തേക്ക് തന്നെയാണ് ചെരിഞ്ഞു കിടക്കേണ്ടത്. പക്ഷെ ഒരു അമ്മയ്ക്ക് ഫുൾ ടൈം അങ്ങനെ ചെരിഞ്ഞു കിടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ വലതുവശത്തേക്കും ചെരിഞ്ഞു കിടക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഇടത്ത് വശത്ത് നിന്ന് വലത്ത് വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോൾ എണീറ്റിരുന്ന് ചെരിഞ്ഞു കിടക്കണോ എന്നുള്ളത്. ഈ മുതിർന്നവരൊക്കെ പറയാറുണ്ട് ഇങ്ങനെ എണീറ്റിരുന്ന് കിടന്നില്ലെങ്കിൽ പുക്കിൾക്കൊടിയൊക്കെ ചുറ്റാനുള്ള സാധ്യതയുണ്ട്. അത് വെറും തെറ്റിദ്ധാരണയാണ്. കുഞ്ഞ് കിടക്കുന്നത് അമ്മയുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ്. അപ്പോൾ ഈ വെള്ളത്തിന്റെ എമൗണ്ട് കൂടുതലുള്ളവർക്കോ അല്ലെങ്കിൽ ഈ അംബ്ലിക്കൽ കോഡിന്റെ നീളം കൂടുതലുള്ളവർക്കൊക്കെ മാത്രമേ പുക്കിൾക്കൊടി ചുറ്റി വരാനുള്ള സാധ്യത കൂടുതലുള്ളൂ. അതുകൊണ്ട് തന്നെ എണീറ്റിരുന്ന് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, പതുക്കെ മലർന്ന് അപ്പുറത്തെ സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കാവുന്നതാണ്. പിന്നെ വേറൊരു ഡൗട്ട് ചോദിക്കാറുണ്ട്, ഉറക്കത്തിൽ അറിയാതെ മലർന്നു പോയാൽ കുഴപ്പമുണ്ടോ? ഇത് പ്രിവെന്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പുറകിൽ ഒരു പില്ലോ വെക്കുക. അപ്പൊ പില്ലോ വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ഉറക്കത്തിൽ കംപ്ലീറ്റ്ലി മലർന്നു കിടക്കാതിരിക്കുകയും ഒരു സ്ലാൻഡിങ് പൊസിഷൻ ഉറക്കത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും.